പൂജ എന്തായാലും ഇപ്പോൾ പ്രധാനമായി ഡെയിലി പാലത്തിന്റെ നമുക്കറിയാം ഡെയിലി പാലം മുൻകാലങ്ങളിലൊക്കെ തന്നെ സൈന്യം കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ സമയത്ത് ഡെയിലി ഉണ്ടാക്കിയതിനു ശേഷം ഒരു ചടുലത ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിനും ആ ദൗത്യത്തിനും മുഴുവൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് വീണ്ടും ഇത്തരത്തിൽ ചൂരൽമലയിലും വർദ്ധിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ സൈന്യമുള്ളത്. എന്തായാലും ഇപ്പോൾ പാലവുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ സ്ട്രക്ചർ പൂർണ്ണമായും നിർമ്മിക്കാൻ ഇപ്പോൾ സൈന്യത്തിന് സാധിച്ചു. ഇനി ഷീറ്റ് അടക്കം ഉള്ള വസ്തുക്കൾ സ്ഥാപിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ രാവിലെയോടുകൂടി 10 മണിക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ പാലത്തിന്റെ പണി പൂർത്തീകരിച്ച് സൈന്യത്തിന്റെ പ്രത്യേകമായി എത്തുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള റൈഡർമാരിൽ നിന്നും എടുക്കുന്ന 4x4 ട്രക്കുകളും അടക്കം മുണ്ടക്കൈയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് സൈന്യത്തിന്റെ പ്രതീക്ഷ. എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. കാലത്ത് കാലാവസ്ഥയെ ഭയന്ന് മിഷന് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിനും മുന്നോട്ടേക്കുള്ള ഇത്തരത്തിലുള്ള ഒരു മിഷനും ഒരു ചെറിയൊരു കാലതാമസം നേരിടുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാത്രമല്ല നദിയിലെ നീരൊഴുക്ക് വലിയ തോതിൽ തന്നെ ആളുകൾക്ക് ഭീഷണിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ബേരി പാലത്തിന്റെ പണി പൂർത്തിയാവുന്നതോടെ അത്തരത്തിലുള്ള ഒരവസ്ഥ പിന്നീട് ഉണ്ടാവുകയില്ല. സുഗമമായി രക്ഷാപ്രവർത്തനം നടത്താനും അതുപോലെ തന്നെ അത്യാവശ്യ വസ്തുക്കളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു നടപടിയായി മാറുന്നത്. ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയും നിർമ്മാണം പുരോഗമിക്കുന്നതായിരിക്കും എന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത 24 മണിക്കൂറിൽ സൈന്യത്തിന്റെ തെരച്ചിൽ നീക്കം എങ്ങനെയാണ് എന്നുള്ള അറിയിപ്പും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ 6 മണിക്ക് തന്നെ തെരച്ചിൽ തുടങ്ങുന്നതായിരിക്കും. കരസേന, നാവികസേന, കോസ്റ്റ് ഗാർഡ് എന്നിവർ ഓപ്പറേഷന്റെ ഭാഗമാക്കുന്നതായിരിക്കും. അട്ടമല, മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിലാണ് തെരച്ചിൽ രാവിലെയും തുടരുന്നത്. ഓരോ സംഘത്തിനൊപ്പവും ഓരോ ഡോഗ് സ്ക്വാഡും ഉണ്ടാകുന്നതായിരിക്കും. പുഴയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് 5 മണ്ണുമാന്തി യന്ത്രങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഇവ ഉപയോഗിച്ച് കുന്നുകൂടിയ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യും. 190 അടി പാലം വ്യാഴാഴ്ച, അതായത് നാളെ ഉച്ചയോടെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സൈന്യം പറയുന്നുണ്ട്. രാത്രിയും തെരച്ചിൽ തുടരുന്നതായിരിക്കുമെന്നും സൈന്യം അറിയിക്കുന്നുണ്ട്. രാത്രിയും പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നതായിരിക്കും.